അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ അന്വേഷണം മുഖ്യപ്രതിയുടെ സ്വത്തുക്കളിലേക്ക് കൂടി പോവുകയാണ്. നജീബ് അവയവ കച്ചവടത്തിലൂടെ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിയെന്നുള്ളതാണ് കണ്ടെത്തൽ. അവയവം നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് വൈഡ് നമുക്ക് സിൻക്രണൈസ്ഡ് സെർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ കാസർഗോഡ് തൊട്ട് കൊല്ലം സിറ്റി വരെ ഏകദേശം നമുക്കൊരു 5 കേസുകളോളം എടുത്തിട്ടുണ്ട്. മെയിൻ കണ്ണിയായിട്ടുള്ള മെയിൻ അക്യൂസ്ഡ് നല്ല ഒരു വർക്കായിരുന്നു. ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്റ്റ് അവരെ കണ്ടെത്തി പുറത്ത് ഉത്തർപ്രദേശിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ്. സ്റ്റേറ്റ് വൈഡ് ഇത് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉപയോഗിച്ച് മുൻകൊണ്ടു പോകാനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിനപ്പോൾ ലക്ഷങ്ങൾ പാവങ്ങളുടെ ഭാഗത്തു നിന്ന് ഇയാൾ അവയവ കച്ചവടത്തിലൂടെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നാട് നീളെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി ഇയാൾ ഒരു വലിയ കോടീശ്വരനായി മാറി. പക്ഷേ എല്ലാം ചതിയായിരുന്നു. അതോടൊപ്പം രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ആദ്യം ഘട്ടത്തിൽ വിവരമായി ലഭിച്ചത് കൊച്ചിയിലെ 1-2 ആശുപത്രികൾ ഇയാളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണെങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഇയാൾക്ക് ബന്ധമുണ്ടോ, ഇയാൾ ഈ അവയവ കച്ചവടത്തിന് സഹായിച്ചിട്ടുണ്ടോ, ഡോക്ടർമാർ ഇയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. ഇതിന് എങ്ങനെയായിരിക്കും അന്വേഷണം ഇനി മുന്നോട്ട്? ഷിഹാസ്, ഈ മുഖ്യപ്രതിയായ നജീബിന്റെ ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയതാണ്. അതായത് ഇയാൾക്ക് കർണാടകയിൽ കൊലക്കേസുണ്ട്, ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുകളുണ്ട്, കവർച്ചാ ശ്രമങ്ങളുടെ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഒരു സ്ഥിരം ക്രിമിനലാണ് എന്ന കാര്യം പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതിന് പിന്നാലെയാണ് പോലീസ് ഇയാളുടെ സ്വത്ത് വിവരങ്ങളിലേക്ക് കൂടി കടക്കുന്നത്. അതായത് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഇയാൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഭൂമി വാങ്ങിക്കൂട്ടിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 ബാങ്ക് അക്കൗണ്ടുകളാണ് നിലവിൽ പോലീസ് ഇയാളുടേതായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് വലിയ തോതിലുള്ള തുകകളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. ഒപ്പം തന്നെ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഇയാൾക്കുണ്ടോ എന്ന കാര്യവും പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം നിരവധി ആളുകൾക്ക് ഇയാൾ അവയവം നൽകാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവയവം ദാനം ചെയ്യാമെന്ന് പറഞ്ഞ് ഇയാൾ നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇവർക്കൊന്നും ഇയാൾ ഇത്തരത്തിൽ ഇവരെയൊക്കെ പറ്റിക്കുകയായിരുന്നു. പണം തിരികെ നൽകിയിട്ടില്ല, ഇവരൊന്നും പരാതി നൽകാനും തയ്യാറായിട്ടില്ല. അങ്ങനെയും വലിയ തോതിലുള്ള തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഒരു രാജ്യാന്തര ബന്ധം അന്വേഷിക്കുന്നത്. ഇയാളുടെ സഹോദരൻ പുറത്ത് വിദേശത്താണുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പിന് അയാൾ കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ, അതിന് സഹായിച്ചിട്ടുണ്ടോ, മനുഷ്യക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരൻ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഈ കൊച്ചിയിലെ ചില ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ചില ആശുപത്രികൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന കാര്യം. പക്ഷേ ഇന്ന് SP-യുടെ പ്രസ് മീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, സംസ്ഥാനത്ത് തന്നെ വിവിധ ആശുപത്രികളിൽ ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പല ഡോക്ടർമാരുടെയും ലെറ്റർ പാഡുകൾ, ഒപ്പും സീലുമുള്ള ലെറ്റർ പാഡുകൾ ഇയാളിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ കൂടുതൽ ഡോക്ടർമാർക്ക് ഇയാളുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ആശുപത്രിക്ക് ഇയാളുമായി ബന്ധമുണ്ടോ, ഈ റാക്കറ്റിനോട് ചേർന്ന് ഏതൊക്കെ ആശുപത്രികൾ പ്രവർത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പോലീസ് പരിശോധിക്കും. സംസ്ഥാന തലത്തിൽ ഒരു വലിയ ടീമിനെ നിയോഗിച്ചായിരിക്കും ഈ പരിശോധന നടത്തുക എന്ന കാര്യം കൂടി പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്.